തേടി വന്നു ദോഷിയാമെന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും നാഥ ഇത്രമാം സ്നേഹം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹവന്ദനം. റോമാലേഖനം 15-7 വാക്യം, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുകയും. ഇവിടെ ഈ റോമാലേഖനം 15-7-13 വരെയുള്ള ഭാഗങ്ങളിൽ സുവിശേഷം ജാതികളിലേക്ക് പകരപ്പെടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം എങ്ങനെയാണ് ഒരേ മനസ്സുള്ളവരായി ഇരിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ പൗലോസ് ഊന്നി പറയുന്നു. അഥവാ അന്യോന്യം സ്വീകരിക്കുമ്പോൾ, അഥവാ ഒരുപക്ഷെങ്കിൽ അവൻ പാപിയായിരിക്കാം, അവൻ്റെ ആ പാപ സ്വഭാവത്തെ അല്ല, അവനെ നമുക്ക് സ്വീകരിപ്പാനായിട്ട് കഴിയണം. ക്രിസ്തുവും നമ്മൾ പാപികളായിരുന്ന സന്ദർഭത്തിൽ നമ്മെ തേടി വന്നു, നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഈ രക്ഷ കരസ്ഥമാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് നാമും അന്യോന്യം സ്നേഹിക്കുമ്പോൾ തന്നെ ഒരു പാപിയെ തള്ളിക്കളയരുത്. അവനെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരുവാൻ ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ സ്വീകരിക്കൽ ഹൃദയം കൊണ്ടായിരിക്കണം, വെറും ആദരം കൊണ്ടായിരിക്കരുത് എന്നുകൂടി ആണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യഹൂദനിൽ നിന്ന് ആ ക്രിസ്തീയ മാർഗത്തിലേക്ക് കടന്നു വന്ന അനേകർക്ക് ഇന്നത്തേതിൽ പലരെയും ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയ അനുഭവങ്ങളും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് പാടില്ല എന്നതാണ് പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും 15-ാം അധ്യായത്തിന്റെ 14 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ് ജാതികൾക്ക് ശുശ്രൂഷക്കാരനായി മാറുന്ന അനുഭവങ്ങളെ കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ സുവിശേഷ ഘോഷണത്തിന് തനിക്ക് ഒരു പ്രത്യേക കൃപ, ഒരു പ്രത്യേക നിയോഗവും ശക്തിയും ലഭിച്ചു എന്ന് പൗലോസ് ഇവിടെ 15-16 വാക്യങ്ങളിൽ താൻ എടുത്തു പറയുന്നതായും നമുക്ക് മനസ്സിലാക്കാം. റോമാലേഖനം 1:5, എഫേസ്യ ലേഖനം 3:7 തുടങ്ങിയ വാക്യങ്ങൾ ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ താൻ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷവുമായി കടന്നു പോകുവാൻ ദൈവത്തിങ്കിൽ നിന്ന് പ്രത്യേക നിയോഗം എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാവരും ദൈവത്തിന് പ്രസാദമുള്ള വിശുദ്ധീകരിക്കപ്പെട്ട വഴിപാടായി തീരണമെന്നുള്ളതാണ് സുവിശേഷത്തിന്റെ മുഖ്യ ഉദ്ദേശവും ലക്ഷ്യവും. ക്രിസ്തുവിൽ നിന്ന് പുതുജീവൻ ലഭിക്കുന്നതിന് ആളുകളെ പ്രേരിപ്പിക്കുന്നത് അനുസരണത്തോടും സ്നേഹത്തോടും തങ്ങളുടെ ജീവിതങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നതും ആകുന്നു എന്നും നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും 15-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ പൗലോസ് സുവിശേഷ ഘോഷണത്തിനായി റോമയിലേക്ക് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും. യൂറോപ്പിന്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റമായ സ്പാനിയ അഥവാ സ്പെയിനിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചു. സ്പെയിനിൽ സുവിശേഷം അതേവരെയും പ്രസംഗിക്കപ്പെട്ടിരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. റോമാലേഖനം 16-1-27 വരെയുള്ള ഭാഗങ്ങളിൽ അഭിവാദനങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഫേബ അഥവാ ആ കെങ്കറയ സഭയിലെ ശുശ്രൂഷക്കാരിയായിരുന്ന ഫേബയുടെ കൈവശം അത് പൗലോസ് ഈ കത്ത് റോമിൽ എത്തിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈ അധ്യായത്തിൽ പൗലോസ് വന്ദനം ചൊല്ലുന്നവരിൽ 5 യഹൂദ ക്രിസ്ത്യാനികളുണ്ട്. അതിൽ പ്രിസ്കില്ലയും അക്വിലാവും അന്ത്രോണിക്കസും യൂനിയാവും ഹേരോദ്യനും ആണ് ആ 5 പേര് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രിസ്കില്ലയും അക്വിലാവും പൗലോസിനു വേണ്ടി
കഴുത്തു വെച്ചു കൊടുത്തവരാണ് എന്നവിടെ പറയുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണെന്ന് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നില്ല. 17-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദ്വന്ദ്വപക്ഷങ്ങളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കുവാൻ പൗലോസ് ഒരു മുന്നറിയിപ്പ് നൽകുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തീമോത്തിയോസ് പൗലോസിന്റെ സഹ പ്രവർത്തകനും കൂട്ടുവേലക്കാരനും ആയിരുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 25-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന മർമ്മം എന്താണ്? അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ് എന്നതാണ് ആ മർമ്മം അവിടെ ഊന്നി പറയുന്നത്. പ്രിയമുള്ളവരെ, വളരെയധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട അനേക ഇടങ്ങളിൽ തന്റെ 3 മിഷണറി യാത്രയിലൂടെ ആ സഭകൾ സ്ഥാപിച്ച, പുതിയ നിയമത്തിൽ ഈടുറ്റ 4 ലേഖനങ്ങൾ എഴുതിയ വ്യക്തിയാണ് പൗലോസ്. അതെ, ഈ റോമാ ലേഖനത്തിലും തന്റെ അനുഭവങ്ങൾ വളരെ വിശദമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ അവിടെ നിന്ന് ചിന്തിച്ചു. 15-16 അധ്യായങ്ങൾ അല്പം സ്പീഡിൽ ചിന്തിപ്പാൻ ഇടയായി. കാരണം അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ലഹരി എന്ന ആ ഉഗ്ര വിഷയം, ആ വിഷം എന്താണ് എന്നതിനെ കുറിച്ച് അല്പം ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിന് കർത്താവ് നമുക്ക് കൃപ തരുമാറാകട്ടെ. ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ, ഇത്രമാം സ്നേഹം ഇത്രമാം സ്നേഹം ഉയർകൊടുത്തേക്കാൻ മന്നവ വർണ്ണിപ്പാനേടു വാക്കുകളാൽ വർണ്ണനീയമായ സ്നേഹമേ, മന്നവ വർണ്ണിപ്പാനേടുതല്ല എനിക്ക് ശോണിതലേ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അവൻ നമ്മെ നടത്തിയതോ ക്ഷീണം ഭാവിച്ചിടാതെയും നാദാ, ആണിപ്പഴുതുള്ള പാണികളാലേ, ആണിപ്പഴുതുള്ള പാണികളാലേ ഗ്രഹിച്ചിടുക നിത്യം, ഗ്രഹിച്ചിടുക. നമ്മെ തേടി വന്ന സ്നേഹമോർത്ത് തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ. യേശുവേ, അങ്ങ് ഞങ്ങളെ തേടി വന്നതോ ഞങ്ങൾ നന്ദി പറയുന്ന യേശുവേ. കൂടെയുണ്ടായിരുന്ന 99 വിട്ടേച്ച് നഷ്ടമായി പോയ ഞങ്ങളെ തേടിയെത്തിയ യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ല, ഒരു പുകഴ്ചയും ഞങ്ങൾക്കില്ല, ഒന്നിലും പ്രശംസിപ്പാൻ ഞങ്ങൾക്കില്ല. അങ്ങയുടെ ക്രൂശല്ലാതെ, അങ്ങയുടെ സ്നേഹമല്ലാതെ ഞങ്ങൾക്ക് ഉയർത്താൻ മറ്റൊന്നുമില്ല യേശുവേ.